ചെറുകഥ കുഴിമാടത്തിനായൊരു പട്ടയം. രചന ശ്രീ കേണൽ രമേശ് രാമകൃഷ്ണൻ. അവതരണം ലക്ഷ്മി ജ്യോതി സായികൃപ. കുഴിമാടത്തിനായൊരു പട്ടയം. ആരാണ് ആ സ്ത്രീ? 2-3 ദിവസമായി കൊല്ലം കളക്ടറേറ്റ് ഗേറ്റിൽ വെച്ച് കളക്ടറുടെ വാഹനം തടഞ്ഞു നിർത്തി എന്തോ സംസാരിക്കാൻ ശ്രമിക്കുന്ന സ്ത്രീയെക്കുറിച്ച് കളക്ടർ ജാസ്മിൻ ഖാദർ ബോഡി ഗാർഡിനോട് ചോദിച്ചു. അറിയില്ല മാഡം, ഞാൻ അന്വേഷിക്കാം, ഗൺമാൻ സുരേഷ് പറഞ്ഞു. തന്റെ ഓഫീസിലേക്ക് കയറുന്നതിന് മുൻപ് ജാസ്മിൻ സുരേഷിനോട് പറഞ്ഞു, ഗേറ്റിൽ പറഞ്ഞിട്ട് ഒരു തടസ്സവുമില്ലാതെ ആ സ്ത്രീയെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ. ശരി മാഡം. അല്പസമയം കഴിഞ്ഞ് വയസ്സായ ഒരു സ്ത്രീ തൊഴുകൈയോടെ ആ മുറിയിലേക്ക് കയറി വന്നു. സാരിയായിരുന്നു വേഷം. ഏതോ ഒരു വലിയ പ്രശ്നം അവരെ അലട്ടുന്നതായി മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. മുന്നിലെ കസേരയിൽ ഇരിക്കാനായി ജാസ്മിൻ ആംഗ്യം കാണിച്ചു. വളരെ സങ്കോചത്തോടെ അവർ ആ കസേരയിൽ ഇരുന്നു. ചുറ്റും കണ്ണോടിച്ചു. ഒരു കളക്ടറുടെ ഓഫീസിന്റെ ഉള്ളിലെ ഔദ്യോഗിക ഗാംഭീര്യം അവരെ അതിശയപ്പെടുത്തി. ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു അത്. കളക്ടർ ജാസ്മിൻ കോളിംഗ് ബെൽ അടിച്ചു. ശിപായി കതക് തുറന്ന് അകത്തു വന്ന് സല്യൂട്ട് അടിച്ചു. സുഗതം പിള്ളേ, 2 ചായ. പിന്നെ കുറച്ചു സമയത്തേക്ക് ആരെയും അകത്തേക്ക് കടത്തിവിടണ്ട. ശരി മാഡം. ചായ എത്തി. സുഗതൻ പിള്ള വാതിലടച്ചു പുറത്തുപോയി. ചായ എടുത്ത് കുടിക്കുവാൻ ആംഗ്യം കാണിച്ചുകൊണ്ട് ജാസ്മിൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? എന്താണ് പ്രശ്നം? മടിക്കാതെ തുറന്നു പറയൂ. മോളെ, എന്റെ പേര് സരസ്വതി അമ്മ. ഞാനൊരു വല്ലാത്ത പ്രശ്നത്തിലാണ്. എന്നെ സഹായിക്കാൻ ആരുമില്ല. ആ മോളെ എന്ന വിളി ജാസ്മിനെ വല്ലാതെ സ്പർശിച്ചു. അവർ പറഞ്ഞു, അമ്മ ആദ്യം ചായ കുടിക്ക്, എന്നിട്ട് എന്നോട് കാര്യം തുറന്നു പറയൂ. എന്തായാലും നമുക്ക് പരിഹാരം കാണാം. ചായ കുടിച്ചിട്ട് സരസ്വതി അമ്മ തുടർന്നു, ഞാൻ അഞ്ചാലുംമൂട്ടിൽ നിന്നാണ് വരുന്നത്. എന്റെ ഭർത്താവ് ശ്രീധരൻ പിള്ള വയസ്സായി. അസുഖം മൂലം തീരെ കിടപ്പിലാണ്. ചികിത്സ കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. മരണം കാത്തു കിടക്കുകയാണ്. അപ്പോൾ മക്കളില്ലേ? ജാസ്മിൻ ചോദിച്ചു. 2 ആൺമക്കളുണ്ട്. മൂത്തവൻ അമേരിക്കയിൽ അവിടുത്തെ പൗരനായി കുടുംബസമേതം ജീവിക്കുന്നു. ഇളയവൻ ജർമ്മനിയിൽ അവിടുത്തെ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് താമസിക്കുന്നു. 2 പേർക്കും ഉടനെ വരാൻ കഴിയില്ല. അച്ഛൻ മരിച്ചു കഴിഞ്ഞ് വരാൻ ശ്രമിക്കാമെന്ന് പറയുന്നു. ഉണ്ടായിരുന്ന സ്വത്തുക്കൾ വിറ്റിട്ട് മക്കൾക്ക് വീതം ചെയ്തു. ഇപ്പോൾ ഞങ്ങൾ 2 പേരും വാടക വീട്ടിലാണ് താമസം. മൂത്ത മകൻ വീട്ടുവാടക കൊടുക്കും. ഇളയവൻ വീട്ടുചെലവിനും ചികിത്സയ്ക്കുമുള്ള കാശ് അയച്ചു തരും. സരസ്വതി അമ്മ തുടർന്നു. പിന്നെന്താണമ്മേ ഇത്ര അലട്ടുന്ന പ്രശ്നം? ജാസ്മിൻ ജിജ്ഞാസയോടെ ചോദിച്ചു. മരണം. ഒരു നിസ്സംഗതയോടെ സരസ്വതി അമ്മ പറഞ്ഞു. മരണമോ? മരണം എല്ലാവർക്കും വരും. മരണം സംഭവിച്ചാൽ മരണാനന്തര ക്രിയകൾ ചെയ്ത് അടുത്ത ശ്മശാനത്തിൽ ശരീരം ദഹിപ്പിച്ചാൽ പോരെ? വേണമെങ്കിൽ അതിനു വേണ്ട സഹായം ഞാൻ ചെയ്തു തരാം, കളക്ടർ ജാസ്മിൻ പറഞ്ഞു. അവിടെയാണ് മോളെ പ്രശ്നം. എന്റെ ഭർത്താവ് ഒരു നിർബന്ധ ബുദ്ധിക്കാരനാണ്. ശരീരം ദഹിപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമില്ല. മണ്ണിൽ കുഴിച്ചു മൂടണമെന്ന് വാശി പിടിക്കുന്നു. ഹിന്ദുക്കൾ സാധാരണയായി ശവം ദഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ഹിന്ദുക്കളല്ലേ? കൊല്ലത്ത് ശ്മശാനത്തിന് കുറവൊന്നുമില്ലല്ലോ. ജാസ്മിൻ ഒരു സത്യം പറഞ്ഞു. ശരിയാണ്, പക്ഷേ അദ്ദേഹം പറയുന്നത് ശരീരം ദഹിപ്പിച്ചാൽ അത് പുകയായി വാതകമായി കുറേ ചാമ്പലായി മാറുന്നതല്ലാതെ ആർക്കും പ്രയോജനപ്പെടില്ല. കുഴിച്ചു മൂടിയാൽ മണ്ണിനടിയിലെ പുഴുക്കൾ ആ ശരീരം തിന്നും. അങ്ങനെ അവർക്ക് ആഹാരമാകാൻ ശരീരം ഉപയോഗപ്പെടും. കുട്ടിക്കാലം മുതലേ മത്സ്യമാംസാദികൾ ഒരുപാട് തിന്ന് ജീവിച്ചൊരു മനുഷ്യനാണേ. അല്പമെങ്കിലും തിരികെ ഉപകാരപ്പെടണമെന്ന വാശി. ബന്ധുക്കൾ കുറേ പേർ ദൂരെ നാട്ടിലാണ്. ഇവിടെയുള്ളവർ വാടക വീടുകളിലാണ് താമസം. സരസ്വതി അമ്മ പറഞ്ഞു നിർത്തി. കുറച്ചു നേരം ആലോചിച്ചതിന് ശേഷം ജാസ്മിൻ പറഞ്ഞു, അപ്പോൾ ശവമടക്ക് നടത്താൻ സ്ഥലമില്ല. അതാണ് അമ്മയെ അലട്ടുന്ന പ്രശ്നം അല്ലേ? സാരമില്ല, നോക്കട്ടെ. ഒരു ചെറിയ പുഞ്ചിരി സരസ്വതി അമ്മയുടെ മുഖത്ത് തെളിഞ്ഞു. കളക്ടർ ബെല്ലടിച്ചു. ഓഫീസ് സൂപ്രണ്ടിനെ വരുത്തി കാര്യം ചർച്ച ചെയ്ത് ചില നിർദ്ദേശങ്ങൾ നൽകി. വീണ്ടും 2 പേർക്കും ചായ വരുത്തി കുടിച്ചു. സരസ്വതി അമ്മയോട് കുറച്ചു സമയത്തേക്ക് പുറത്തു ലോബിയിൽ കാത്തിരിക്കാൻ പറഞ്ഞിട്ട് കളക്ടർ മറ്റു ജോലികളിൽ മുഴുകി. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ സരസ്വതി അമ്മയെ കളക്ടർ ജാസ്മിൻ വിളിപ്പിച്ചു. ഒരു പേപ്പർ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അമ്മേ, അഞ്ചാലുംമൂട്ടിലെ പാവു വയലിന്റെ കരയിൽ സർക്കാരിന്റെ വക കുറച്ച് പുറമ്പോക്ക് ഭൂമിയുണ്ട്.
അവിടെ 1 സെന്റ് സ്ഥലം നിങ്ങളുടെ പേരിൽ പതിച്ചു തരുന്ന പട്ടയമാണിത്. ഈ സ്ഥലം നിങ്ങൾ രണ്ടുപേരുടെയും ശവമടക്ക് ചെയ്യാൻ മാത്രമുള്ളതാണ്. അല്ലാതെ മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കാൻ പാടില്ല. അവിടെ കൃഷി ചെയ്യാനോ വീട് വെക്കാനോ വിൽക്കാനോ പാടില്ല. രണ്ടുപേരുടെയും ശവമടക്കത്തിന്റെ 3 മാസം കഴിഞ്ഞാൽ ഈ പട്ടയത്തിന്റെ കാലാവധി തീരും. സ്ഥലം തിരികെ സർക്കാർ ഏറ്റെടുക്കും. അതിനുള്ള ഉത്തരവാദിത്തം അഞ്ചാലുംമൂട് പഞ്ചായത്തിൻ്റെതാണ്. ഇതിലത് എഴുതിയിട്ടുണ്ട്. ഈ പട്ടയവുമായി അഞ്ചാലുംമൂട് പഞ്ചായത്തിൽ ചെല്ലുക. പട്ടയം കയ്യിൽ വാങ്ങുമ്പോൾ സരസ്വതി അമ്മയുടെ കണ്ണു നിറഞ്ഞു. ഗദ്ഗദഖണ്ഡയായി അവർ പറഞ്ഞു, എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല മോളെ. ഇതുപോലെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നം മനസ്സിലാക്കി തത്സമയം പരിഹരിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നമ്മുടെ നാട് എന്നേ സ്വർഗമായേനെ. കളക്ടർ ജാസ്മിനോടും ഖാദറിനോടും നന്ദി പറഞ്ഞിട്ട് ഒരു പുഞ്ചിരിയോടെ സരസ്വതിയമ്മ കൊല്ലത്ത് കളക്ടറേറ്റ് ഗേറ്റിന്റെ പുറത്തു വന്നു. കയ്യിലൊരു കടലാസും പിടിച്ചുകൊണ്ട് കുഴിമാടത്തിനായൊരു പട്ടയം.